ഏകദേശം 8-9 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും സുബിനെ കാണുന്നത്. അവൻ ഇൻറ്റീരിയൽ വർക്കുമായിട്ട് ബിസിയായിരുന്നു, ഞാൻ എൻ്റെ കാര്യമായിട്ട് ബിസിയായിപ്പോയി. എന്നാലും കുറേ നാളുകൾക്ക് ശേഷം അവൻ എറണാകുളത്ത് വന്നു എന്നെ കാണുവാനായിട്ട്. അതിന് കാരണം അവൻ ഗിഫ്റ്റ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ സ്പോൺസർ എനിക്കൊരു ജോഡി യൂണിഫോം വാങ്ങിത്തന്നു. ഷൂ, സോക്സ്, ചോറൊക്കെ കൊണ്ടുള്ള ബാഗ്, അതുപോലെ തന്നെ യൂണിഫോം, ഷർട്ട്, പാൻറ്റ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അവൻ്റെ പൈസ കുറച്ച് ഞാൻ കളഞ്ഞു എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ മാളിലൊക്കെ കയറി പഴയ ആ ഓർമ്മകൾ ഒന്നുകൂടെ പുതുക്കി. കാരണം ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ പോയിരുന്നു. ഞങ്ങൾ മുൻപ് അതുപോലെ പോയിരിക്കാറുണ്ട്. അപ്പോൾ വീണ്ടും കണ്ടപ്പോൾ പോയിരിക്കുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ചോളാമിൻ്റെ അത് വാങ്ങിത്തന്നു. അവൻ കഴിച്ചില്ല, ഞാൻ കഴിച്ചു. പിന്നെ ഞങ്ങൾ ആ മറൈൻ ഡ്രൈവിൽ അവിടുത്തെ ആ ഫലൂഡ കടയിലിരുന്ന് ഫലൂഡ വാങ്ങി. പക്ഷേ ഞാൻ ഓർഡർ ചെയ്തത് കൊള്ളത്തില്ല. അതുകൊണ്ട് അത് അവന് കൊടുത്തിട്ട് അവൻ ഓർഡർ ചെയ്ത സാധനം ഞാൻ വാങ്ങി കഴിച്ചു. പിന്നെ അവിടെ കൂടെ അടിച്ച് പൊളിച്ചിങ്ങനെ നമ്മൾ ബാനക, മറൈൻ ഡ്രൈവ്, അതുപോലെ തന്നെ അവിടുത്തെ മാള്, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഒന്നുകൂടെ സന്ദർശിച്ചു. പിന്നെ ഒരു ബൈക്ക് യാത്ര ചെയ്തു. നമ്മുടെ സ്കൂട്ടിയിലായിരുന്നു യാത്ര, അവൻ ബൈക്ക് കൊണ്ടുവന്നില്ലായിരുന്നു. മഴയായിരുന്നു. എന്നാലും അവിടുത്തെ നല്ല അന്തരീക്ഷം തന്നെയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട് രാത്രിയാണെങ്കിൽ പോലും. അതുപോലെ തന്നെ സഞ്ചാരികൾക്കുള്ള പുതിയ കപ്പൽ, അത് അവിടെ പണി നടക്കുന്നുണ്ട്. എന്നാലും അതും നല്ല ഭംഗിയുണ്ട്. നല്ല വർണ്ണങ്ങൾ കൊണ്ട്, ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ കണ്ടു. കുറേ നേരം ഞങ്ങളവിടെ ഇരുന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പഴയ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ സംസാരിച്ചിട്ട് വീണ്ടും ആ സെൻട്രൽ പോർട്ടിലൊക്കെ അവിടെ നടുക്കുള്ള കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് വന്നു. അപ്പോൾ മുൻപ് വരുമ്പോൾ അവിടെ ഫുള്ള് നമ്മുടെ ഈ കായലിൻ്റെ ഭാഗം വെള്ളം നിറച്ചിട്ട് ഇലകൾ കൊണ്ട് സ്മെല്ലുമായിട്ട് കിടന്നു. പക്ഷേ ഇപ്പോൾ അത് ക്ലീൻ ചെയ്തിരിക്കുന്നു. അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് മാറ്റങ്ങളുണ്ട് നമ്മുടെ കൊച്ചിക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ അവന് തിരിച്ച് ഉടനെ തന്നെ പോകണമായിരുന്നു. വന്ന് കണ്ടു ഒരു 10 മണിയായപ്പോൾ തന്നെ അവന് അടുത്ത് നമ്മുടെ കലൂര് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ കൊണ്ടുവന്ന് അവനെ ഇറക്കി വിട്ടു. അവൻ യാത്ര തിരിച്ചു. പിന്നെ ഞാൻ വീണ്ടും എൻ്റെ സ്ഥലത്തേക്ക്, ആലുവയിലേക്ക് ഞാനും യാത്ര തുടർന്നു. പക്ഷേ നല്ലൊരു അനുഭവമായിരുന്നു. കുറേ നാളുകളായി ഇങ്ങനെ ഒരു യാത്ര ചെയ്തിട്ട്. സമയമില്ല, അത് തന്നെയാണ് വലിയ കാര്യം. ജോലിയായിട്ട് പോകുന്നു, അവനും അവൻ്റെ ജോലിയായിട്ട് പോകുന്നു. എന്തായാലും മറക്കാൻ പറ്റാത്ത വീണ്ടും ഒരു നല്ല ഓർമ്മകൾ തന്നെയായിരുന്നു നമുക്കിടയിലുണ്ടായത്. എന്തായാലും ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ അതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. അതാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഒത്തിരി താങ്ക് യു.